Hi everyone, once again welcome back to my channel. അപ്പോൾ ഇന്ന് Alaigra സ്പേസിൽ മറ്റൊരു റെസിപ്പി കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. നല്ല നാടൻ ഏത്തപ്പഴത്തിൻ്റെ തൊലി അല്ലെങ്കിൽ പച്ച കളറിലുള്ള തൊണ്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്, ബനാന പീലിങ്സ്. അത് ചെറുതായി കട്ട് ചെയ്ത് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ആഡ് ചെയ്ത് വേണം നമ്മളിതിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുവാൻ. 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഉലച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. തണുത്ത വെള്ളത്തിലും കഴുകിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ്. സവാള നല്ല വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിനെ കട്ടി കുറച്ച് നീളം കുറച്ചും ഞാൻ അതിനെ അരിഞ്ഞെടുത്തു. ശേഷം അതിനെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വൻപയറാണ്. വൻപയർ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. അതിനെ വേവിച്ച് മാറ്റി വയ്ക്കുക. ശേഷം ഗ്രേറ്റഡ് കോക്കനട്ടാണ്, തേങ്ങ ചിരകിയത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിരിക്കുന്നു. കൂടെ 4 ഗ്രീൻ ചില്ലി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒതുക്കിയെടുത്താൽ മതിയാവും. ജീരകം മുളക് നന്നായിട്ട് അരയട്ടെ. തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ക്യൂബ് ഷേപ്പിൽ കട്ടി കുറച്ച് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെ 1/2 ടേബിൾ സ്പൂൺ എണ്ണയിൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈയിങ് പാനിൽ ഇട്ട് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാകും. ഓക്കെ. അപ്പോൾ സവാള വഴറ്റി നമ്മൾ എടുത്തില്ലേ, അതിനുശേഷം ഉരുളക്കിഴങ്ങ് കൂടി നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ചിരണ്ടിയെടുത്ത തേങ്ങ, ജീരകം, മുളക് അതുപോലെ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം അധികം ആഡ് ചെയ്യാതെ തന്നെ അരച്ചെടുക്കുക. നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റിയിലാണോ പഴത്തിൻ്റെ തൊലി അതുപോലെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത്, അതിന് ചേർത്തക്ക രീതിയിൽ തേങ്ങ, ജീരകമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുക്കായ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.